മാപ്പ പോകുമ്പോൾ ഒരു ഈ പെയിൻ്റൊക്കെ അടിച്ച് ചൂടായി ഭയങ്കര നമ്മുടെ ആരും കണ്ടില്ല. വികസന മാതൃകകൾ തേടിയുള്ള യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇതൊരു ടെലിവിഷൻ ഷോ ആണ്. ഇതിന് വലിയൊരു ജനവിഭാഗം കാണേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു പോപ്പുലർ അപ്പീൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഏറ്റവും അധികം താല്പര്യം കാണിച്ചിട്ടുള്ള പത്മപ്രിയ ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ശ്രീമതി പത്മപ്രിയയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവരോടുമുള്ള ബഹുമാനം കാണിച്ചുകൊണ്ട് ഇവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീഡിറ്റ്, ദൂരദർശൻ, ശുചിത്വ മിഷൻ, കില തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് ഈ ഒരു പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള ഈ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ സ്വാഗതം ചെയ്യുന്നു. പ്ലാനിംഗ് ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ധനകാര്യ വകുപ്പ് എല്ലാം തന്നെ ഈ പരിപാടിയുടെ വളരെയധികം താല്പര്യം കാണിക്കുകയും വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. ആ വകുപ്പുകൾക്കുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയം തീർച്ചയായിട്ടും മാധ്യമ സ്നേഹിതർ ഇതൊരു വിമർശന വിധേയമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു എന്നുള്ളതാണ്. അവരെ ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീഡിറ്റിൻ്റെയും ദൂരദർശൻ്റെയും കലാ സാങ്കേതിക പ്രതിഭകളോടൊപ്പം ശ്രീ മോഹൻകുമാറും ശ്രീ സാജനുമാണ് ഈ ഒരു പരിപാടിക്ക് പ്രധാനമായി നേതൃത്വം വഹിക്കുന്നത്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർക്ക് വിജയം ആശംസിക്കുന്നു. ഇവരോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന 200ഓളം ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും വിജയം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച് ശ്രീവത്സൻ ജെ മേനോൻ സംഗീതം പകർന്ന പ്രത്യേക ഹരിതഗീതമാണ്. ഇത് ഭൂമിയൊരു ജീവകലാവേദി, ജലവായുവിതാനമിണങ്ങിയ മലർവാടി, ചിരമിത്ര പരസ്പര ബന്ധിതമാണ് ഇതിൽ നാമിഴ ചേർന്നവർ താളതരംഗങ്ങൾ കാറ്റും വേറെങ്ങുണ്ടോ, പൂവും തളിരിലയും കനിയാർന്നു താഴ്ന്നുലഞ്ഞൊരു കൊമ്പും മഞ്ഞും ഇളവയിലും വേറെങ്ങുണ്ടോ. ഇത് ഭൂമിയൊരു ജീവകലാവേദി, ജലവായുവിതാനമിണങ്ങിയ മലർവാടി. പ്രത്യേകം തയ്യാറാക്കിയ ഗ്രീൻ കേരള എക്സ്പ്രസ് ശില്പത്തിൽ വിളക്കുകൾ തെളിയിച്ച് സോഷ്യൽ റിയാലിറ്റി ഷോ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനും തുടർന്ന് 2 വാക്ക് സംസാരിക്കാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദനെ ക്ഷണിച്ചുകൊള്ളുന്നു.
സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ഗ്രീൻ കേരള പരിപാടി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. അതിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ശുചിത്വ പദ്ധതി. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. താരതമ്യേന ഗ്രാമങ്ങളെല്ലാം ഇല്ലാതായി പട്ടണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥിതിയാണ് കേരളത്തിൽ. ആ വളർച്ചയുടെ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഉത്ഭവിക്കുന്ന പ്രശ്നമാണ് മാലിന്യം. അത് നല്ല രീതിയിൽ സംസ്കരിച്ച് വികസന പ്രക്രിയ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തക്കവണ്ണം അതിനാവശ്യമായ പദ്ധതികൾ ഓരോ പഞ്ചായത്ത്, നഗരസഭ പ്രദേശങ്ങളിലും തയ്യാറാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നഗരസഭകളും പഞ്ചായത്തുകളും തയ്യാറാക്കുന്ന പദ്ധതികൾ, ആ പദ്ധതി നിമിഷ നേരം കൊണ്ട് അതില്ലാതാവുക, അതല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു പോകുക എന്നുള്ളത് വിട്ട് സ്ഥിരമായിട്ട് അത് ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ കണ്ടെത്തി തയ്യാറാക്കി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള മത്സരം സംഘടിപ്പിക്കുന്നത് വഴി അങ്ങനെയുള്ള പദ്ധതികൾ കണ്ടെത്തി അത് അതാത് പ്രദേശത്ത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഭരണസമിതി അംഗങ്ങളായാലും തദ്ദേശവാസികളായാലും അവർക്ക് വലിയ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് തീർച്ചയായിട്ടും നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയിൽ ഒരു ശുചിത്വ കേരളം എന്നുള്ള നമ്മളുടെ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് സഹായകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ ഉദ്യമം എന്തുകൊണ്ടും വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണ്. അതിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.